നമസ്കാരം. ഏറെ കാലമായി നമ്മൾ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന കാര്യം. ഇന്ന് പുലർച്ചയ്ക്ക് എന്തായാലും ആ അറസ്റ്റ് നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് യന്ത്രത്തോക്കുമായി കേന്ദ്രസേന ഇടിച്ചു കയറി ആ വീടുകളെല്ലാം റെയ്ഡ് തുടങ്ങി. പിണറായി വിജയനെയും മരുമകൻ റിയാസിനെയും മകൾ വീണ വിജയനെയും കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. അതായത് ഒരു കുഞ്ഞു പോലും അറിഞ്ഞിരുന്നില്ല, കേരളത്തിലെ പോലീസ് സേനയോ പോലീസ് സംവിധാനമോ അറിഞ്ഞിരുന്നില്ല, ഒരു കുട്ടിയും അറിയാതെ അതീവ രഹസ്യമായി പുലർക്കാലത്താണ് ഈ ഓപ്പറേഷൻ നടന്നത്. പിണറായി വിജയൻ്റെ ബേക്കറി ജംഗ്ഷനിലുള്ള 5000 സ്ക്വയർ ഫീറ്റ് വീട്, അതേപോലെ ധർമ്മടത്ത് പാണ്ടാര മുക്കിലുള്ള പിണറായി വിജയൻ്റെ വീട്, കോഴിക്കോട് കോട്ടോളിയിലുള്ള റിയാസിൻ്റെ വീട്, അതേപോലെ എറണാകുളത്തെ CMRL ഓഫീസ് വീട്, അതേപോലെ എക്സാലോജിക്കിൻ്റെ അതായത് വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക് കമ്പനിയുടെ ബാംഗ്ലൂരിലെ ഓഫീസ് വീട്, അങ്ങനെ 12 സ്ഥലങ്ങളിലാണ് ഒരേ സമയത്ത് എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡുമായി എത്തിയത്. പുലർക്കാലത്ത് പിണറായി വിജയൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ യന്ത്രത്തോക്കുമായിട്ട് CRPF നിൽക്കുകയാണ്. ഇതിലപ്പുറം പേടിച്ചു പറിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? മുമ്പ് ഇരട്ട ചങ്ങനാണെന്നും ഒരു പിടിച്ച വാളുമായി നിന്ന RSSകാരുടെ ഇടയിലൂടെ നടന്നുപോയ ആളാണ് ഞാനെന്നൊക്കെ വീമ്പത്തരം വിളക്കിയിരുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന ഈ റെയ്ഡ് ഇന്നിപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. പിണറായി വിജയൻ ഒന്ന് ബാത്റൂമിൽ പോകാൻ കക്കൂസിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പൊക്കി എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് സമൻസ് കൊടുത്തു, അതേപോലെ വീണ വിജയന് സമൻസ് കൊടുത്തു. വീണ വിജയൻ എന്തായാലും അറസ്റ്റിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഈ കേസ്? അതായത് നമ്മുടെ കരിമണൽ കർത്തയുടെ കരിമണലുമായി ബന്ധപ്പെട്ട കേസാണ്. അതായത് അവർക്ക് ആവശ്യമായ ഇൽമേറ്റ് തുടങ്ങിയുള്ള അസംസ്കൃത സാധനങ്ങൾ ആറാട്ടുപുഴ പ്രദേശങ്ങളിൽ നിന്നും വാരിയെടുക്കുന്നതിന് അവിടുന്ന് കിട്ടുന്നതിന് പിണറായി വിജയന് കൈക്കൂലി കൊടുത്തു എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയാവുന്നൊരു കാര്യം. അങ്ങനെ കൈക്കൂലി കൊടുത്ത കാര്യത്തിൽ പിണറായി വിജയൻ സത്യത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ പറയുന്ന കർത്തയ്ക്ക് ആവശ്യത്തിലധികം സാധനം എടുത്തോ, എനിക്ക് പൈസ കിട്ടിയാൽ മതി, അങ്ങനെ ഏകദേശം 5000 കോടിയോളം രൂപ പിണറായി വിജയൻ PV എന്ന പിണറായി വിജയൻ അടിച്ചെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അടിച്ചെടുത്ത സംഭവത്തിൽ മകളുടെ അക്കൗണ്ടിലേക്ക്, അതായത് മകൾക്ക് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു ഷെൽ കമ്പനി ഉണ്ടാക്കിയിരുന്നു. ആ ഷെൽ കമ്പനിക്ക് 7.2 കോടി രൂപ അനധികൃതമായി വന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 1.73 കോടി രൂപ കിട്ടിയിട്ടുള്ളത് CMRL കമ്പനിയിൽ നിന്നാണ്. ഈ കമ്പനി യാതൊരു സേവനവും നടത്താതെയാണ് വീണ വിജയന് ഈ പണം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഈ സംഭവത്തിൽ 2020 ഇതിൻ്റെ ഒരു ഓർഡർ വരുന്നത്. ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡുമായിട്ട് CMRL കമ്പനിയുടെ ഒരു ഓർഡർ വരുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞു 1.72 കോടി രൂപ കിട്ടിയിരിക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നതിൻ്റെ സ്വാധീനത്തിൽ കിട്ടിയതാണ്. അതായത് പിണറായി വിജയൻ അഴിമതി പണം മകളുടെ പേരിൽ മേടിച്ചതാണ്. മകൾക്ക് ഈ കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, യാതൊരു സേവനവുമില്ല. അങ്ങനെ ഉണ്ടാക്കിയ പണമാണ് 1.73 കോടി രൂപ. അല്ലാതെ മേടിച്ച പണമാണ് ഏകദേശം 5000 കോടി രൂപ. ഇതൊന്നുമല്ല, അതിൽ കൂടുതൽ ഉണ്ടാകുമെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അങ്ങനെ 2020 വന്ന ഈ സംഭവം ആണ് നമ്മുടെ ജോമി ജോർജ്, മലയാള മനോരമയുടെ ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന ജോമി ജോർജ് ഒരു ലേഖനമായിട്ട്, ഒരു അന്വേഷണ റിപ്പോർട്ടായിട്ട് അദ്ദേഹം മനോരമ പത്ര ഫ്രണ്ട് പേജ് കൊടുക്കുന്നത്. PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ ശ്രദ്ധയപ്പെടുകയും അദ്ദേഹം ഈ കാര്യവുമായി രംഗത്തിറങ്ങി. അതിന് കാരണം PC ജോർജിനെ യാതൊരു തെറ്റും ചെയ്യാതെ ഒരു പ്രസംഗം നടത്തിയതിന് പുലർക്കാലത്ത് പോലീസുമായി എത്തിയ PC ജോർജിനെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അപ്പോൾ തന്നെ ജാമ്യം കിട്ടി. നാട് നീളെ അദ്ദേഹത്തിന് സ്വീകരണം കിട്ടി. പക്ഷേ പിണറായി വിജയനോ? ഇന്ന് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് യന്ത്രത്തോക്കുമായി കേന്ദ്രസേന എത്തിയപ്പോൾ അവിടെ സ്വീകരണമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അദ്ദേഹം അവരുടെ കസ്റ്റഡിയിലാണ്, ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 സ്ഥലങ്ങളിൽ 12 പേരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയാസിൻ്റെ വീട് റെയ്ഡ് ചെയ്തെങ്കിൽ അവിടെ റിയാസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ FB പോസ്റ്റ് വന്നിട്ടുണ്ട്, RSSന് മുന്നിൽ മുട്ടുമടക്കില്ല. മോഷ്ടിച്ച പണത്തിന് RSSുമായിട്ട് എന്താണ് ബന്ധം? കൃത്യമായി പറഞ്ഞാൽ 1,72,00,000 രൂപ
ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുന്ന കാര്യത്തിൽ അത് കൃത്യമായി രേഖയും കോടതി വിധിയുള്ളതാണ്. അതേപോലെ തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചുള്ള PV എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന് കൃത്യമായി തന്നെ ആ രേഖയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാധീനത്തിൽ കൊടുത്തതാണ് 1.73 കോടി രൂപ അക്കൗണ്ട് വഴി സേവനമൊന്നും ചെയ്യാതെ കൊടുക്കുമ്പോൾ മേടിക്കുമ്പോൾ ആലോചിക്കണ്ടേ ഇങ്ങനെ പണം വാങ്ങാൻ പാടില്ല എന്നുള്ളത്. പകരം കള്ളപ്പണമായി മേടിച്ച ആരും അറിയാതെ മേടിച്ചിരുന്നെങ്കിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു. പക്ഷെ കൃത്യമായി എല്ലാവരുടെയും പേര് എഴുതി വെച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട ആള് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പിണറായി വിജയനാണ്, മുഖ്യമന്ത്രിയാണ്. ആ പിണറായി വിജയനെയാണ് ഇപ്പോൾ തൂക്കിയെടുക്കാൻ വേണ്ടി യന്ത്രത്തൂക്കുമായി മകളെയും പിണറായി വിജയനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ നയനാന്തകരമായൊരു കാഴ്ചയാണെന്ന് പറയാൻ പറ്റും. എൻ്റെ വീട്ടിലേക്കും എൻ്റെ ഓഫീസിലേക്കും കള്ളക്കേസ് എടുത്ത് വീട് റെയ്ഡ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും വീട്ടിൽ നിന്നും പിണറായി വിജയനെതിരെയുള്ള രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതായത് ഏകദേശം 10,000 കോടി രൂപയുടെ കള്ളപ്പണ നിക്ഷേപത്തിന്റെ രേഖകളാണ് പിണറായി വിജയന്റെ രേഖകളാണ് അന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് പോലീസ്. അത് പിണറായി വിജയൻ എൻ്റെ കൈവശം 10,000 കോടി രൂപയുടെ രേഖ കിട്ടി എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് എടുത്തുകൊണ്ടുപോയത്. എന്തായാലും ഇന്നിപ്പം എല്ലാ സ്ഥലത്തും CPM-കാരെ ഇറക്കി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലായിടത്തും വാഹന ഗതാഗതം തടഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. വ്യക്തമായി തെളിവുള്ള കേസിൽ യന്ത്രത്തോക്കിന് മുന്നിൽ ഒരു CPM-കാരും നിവർന്നു നിൽക്കാൻ കേൾപ്പില്ലാത്തവരാണെന്ന് നമുക്കറിയാം. പിണറായി വിജയൻ എന്തായാലും വീണു കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ 1ാമത്തെ കേസാണ്. ഇനി എല്ലാ കേസിലും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് എല്ലാ കേസുകളിലും അദ്ദേഹത്തെ തൂക്കിയെടുക്കും. അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അങ്ങനെ കുറെ കേസുകൾ പിണറായി വിജയനെ വട്ടം ചുറ്റി. ഇതുവരെ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ ഭരണം വീണതോടുകൂടി ഇനി പിണറായി വിജയൻ അവർക്ക് ആവശ്യമില്ല, വിഴുപ്പ് ഭാണ്ഡം മാത്രമാണ്. നമുക്ക് എന്തായാലും ഷോൺ ജോർജ് പറയുന്നത് പൂർണ്ണമായി കേൾക്കാം. നമസ്കാരം. അവസാനം ഷോൺ ജോർജിന്റെ ഫൈറ്റ് ബലം കണ്ടോ? ബലം പൂർണ്ണമായി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ ജയിലിൽ പോകുന്ന ആ കാഴ്ച മലയാളികൾ കാണണം. കാരണം അയാൾ കുറ്റക്കാരനാണ്, അയാൾ കളങ്കിതനാണ്. അത് ഈ കേസ് മാത്രമല്ല, ഇത്രയും കാലഘട്ടമായി നമ്മൾ കാണുന്നതാണ്. കേരളം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ. അതിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾക്കപ്പുറത്ത് PMLA ആക്ട് പ്രകാരം പിണറായി വിജയന്റെ സ്വത്തുവകകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നാൽ കേരളം കണ്ടതിൽ ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന് പൊതുസമൂഹത്തിന് അത് ബോധ്യപ്പെടുന്നിടം വരെയാണ് നമ്മുടെ ഫൈറ്റ് നടക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായും സംതൃപ്തി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നിടത്താണ്. അതായത് പിണറായി വിജയനെ ആദ്യം പുറത്തു കൊണ്ടുവന്ന ഒരാള് ഞാനാണ്. അന്ന് മുതൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് എനിക്ക് എവിടെ എത്തിക്കാൻ പറ്റിയില്ല. സുപ്രീം കോടതി കിടക്കാണ് കേസ്. പക്ഷെ ഷോൺ ജോർജ് ഫൈറ്റ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടങ്ങൾക്കിടയിൽ ഇവർ നമ്മളെ തടസ്സപ്പെടുത്തുന്ന വ്യവഹാര വഴികൾ എന്താണെന്ന് എന്നെക്കാൾ നന്നായിട്ട് ഈ ലാവ്ലിൻ കേസിൽ ഉൾപ്പെടെ എത്ര ഘട്ടങ്ങളിൽ ഫേക്ക് ആയിട്ടുള്ള കേസുകൾ കൊണ്ടുവന്ന് ആ കേസുകളെ തടസ്സപ്പെടുത്തി കേസ് എവിടെ എത്തി. കേരള ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. ഇനി അത് ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ അതിന്റെ അപ്പീൽ കൊണ്ട് അതും എവിടെയും എത്തും എന്ന് ഞാൻ ചേട്ടനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിന് അതിന്റെ അന്വേഷണം നടത്തിയ CBIയുടെ റിപ്പോർട്ടിൽ പിണറായി വിജയനെ കൊടുക്കാനുള്ള ഒന്നുമില്ല എന്നുള്ളതാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. 2013 ആ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്തത്. UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ നാൾ വഴിയിൽ തന്നെ ആ കേസ് നശിപ്പിക്കാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, പിണറായി വിജയന്റെ സ്വത്തുവകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ വിജയന്റെ അക്കൗണ്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് SSC ലെവലിൽ നിന്നും പണം വന്നിട്ടുണ്ട്. ആ അക്കൗണ്ട് പരിശോധിച്ചാൽ വീണ്ടും SLC ലെവൽ ഉൾപ്പെടെയുള്ള കേസുകൾക്ക് നിർണായകമായിട്ട് ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. അതായത് അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളാണ് നമ്മുടെ മുന്നിലുള്ള. ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പ്, ലാവലിൻ കേസ്, അങ്ങനെ കിടക്കുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായി വന്ന ഈ കേസിലാണ് ഇപ്പൊ അവസാനം ഒരു തീരുമാനമായിരിക്കുന്നത്. ഇത് തുടക്കമായിരിക്കുമോ? ബാക്കിയുള്ള കേസുകളിലേക്കും കടക്കുമോ?
അടക്കമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പല നാൾ കള്ളൻ ഒരു നാൾ ഫെയിൽ എന്ന് പറഞ്ഞ പോലെ വലിയ ബാങ്കുള്ള നടത്തിയ പ്രതി ചിലപ്പോൾ ചക്ക മുട്ടിക്കുമ്പോഴേക്കും പിടിക്കുന്നത്. 1,32,00,000 രൂപയുടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ തുകയാണ്. ആ തുകയ്ക്ക് മാത്രമേ നമുക്ക് തെളിവുള്ളൂ, ബാക്കിയൊന്നിനും തെളിവില്ല. ബാക്കിയെല്ലാം അന്തരീക്ഷം നിൽക്കുന്ന കഥകളാണ്. അപ്പോ ഇത് കൃത്യമായ തെളിവോടുകൂടിയുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകുന്ന വിശ്വാസം. അതെ, 1.73 ക്രോഴ്സ് ആണ് വീണ വിജയന്റെ എക്സാലോജിക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ബാക്കി PV എന്ന് പറയുന്ന ആള് അറിയില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. എത്ര എമൗണ്ട് ഏകദേശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവും ഈ ഇടപാടിലൂടെ? അതല്ല, അതിന്റെ അവരുടെ ഡയറി SFIയോടെ ഇതിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ SFIയോടെ അന്വേഷണ റിപ്പോർട്ടിൽ സമർപ്പിച്ചിട്ടുള്ള ഡയറിയുടെ കോപ്പിക്കായിട്ട് ഞാൻ അപേക്ഷ കൊടുത്തു. അത് എനിക്ക് അനുവദിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അതിന് വീണ്ടും പോയി ഹൈക്കോടതിയിൽ നിന്നും ആ ഉത്തരവിന് സ്റ്റേ മേടിച്ച് നിൽക്കുകയാണ്. അതിന് ഞാൻ കക്ഷിയായിരുന്നു. ആ ഉത്തരവ് പ്രകാരം ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് അനുവദിച്ച് കിട്ടുമെന്നാണ് വിശ്വാസം. അത് കിട്ടിയാൽ എത്ര ഉണ്ട് എന്നുള്ളത് കുറെയൊക്കെ അറിയാൻ കഴിയും. എല്ലാം അക്കൗണ്ട് എഴുതി വെക്കണമെന്നില്ല. അല്ല, എഴുതി വെക്കണമെന്നില്ല. പിണറായി വിജയൻ ഒരു സൈറ്റ് പാർട്ട്ണറെ പോലെ അല്ലേ കുറെ കാലമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്തായാലും സ്വന്തം പിതാവിനെ മുന്നിലൂടെ പിടിച്ചു കൊണ്ടുപോയ കാഴ്ചയ്ക്ക് തിരിച്ച് കൃത്യമായി നിയമപരമായി മറുപടി നൽകി എന്ന് വിശ്വസിക്കാം അല്ലെ? പൂർണ്ണമായിട്ടില്ല, ഇനിയുണ്ട്. അപ്പം എല്ലാ ആശംസകളും. ഓക്കെ.